so. No, 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 no. I don't think so. No, 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 no. It's never, ever, ever, ever. ഹായ് എവ്രി വൺ, ലൂസീസ് ഹോം ഫോർ സൊല്യൂഷൻസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പഠിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്, കാരണം കൂടുതൽ ബെറ്റർ ആയിട്ട് മാറാനായിട്ട് നമ്മളെ അത് സഹായിക്കും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് അതേഴ്സ്, പരിചയപ്പെടുത്തലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എങ്ങനെ പരിചയപ്പെടുത്തണം? ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ പരിചയപ്പെടുത്താം, എനിക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്താം, അല്ലേ? അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് വേറൊരാളെയും കൂടി പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ സ്വയം പരിചയപ്പെടുത്തുന്നതെന്നും മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നതെന്നും നമുക്ക് നോക്കാം. കാരണം ഒരു പൊതുവേദി ചെല്ലുമ്പോഴേക്കും മിക്കപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്താനായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് കോൺഫിഡൻസോടുകൂടി ചെയ്യുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് 100-ൽ 100 മാർക്കും നമ്മുടെ ആ ഒരു കോൺഫിഡൻസിനും നമ്മുടെ ആ സംസാര രീതിക്കും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് മാക്സിമം നേടിയെടുക്കാനായിട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലൂടെ. അപ്പൊ ആദ്യം തന്നെ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ പേര് ആദ്യം തന്നെ പറയണം. ഐ ആം ലൂസി, അല്ലെങ്കിൽ ഐ ആം, നിങ്ങളുടെ പേരെന്താന്ന് വെച്ചാൽ പറയുക. രണ്ടാമത്തെ കാര്യം പറയേണ്ടത് നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മുടെ പ്ലേസ്. ഫ്രം എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഐ ആം ലൂസി ഫ്രം ട്രിവാൻഡ്രം, ഐ ആം ലൂസി ഫ്രം ട്രിവാൻഡ്രം, അല്ലെങ്കിൽ ഐ ആം ലൂസി കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം. അല്ലെങ്കിൽ വേറൊരു രീതി എന്ന് വെച്ചാല് ഐ ആം ലൂസി ബിലോങ്ങിങ് ടു ട്രിവാൻഡ്രം, ഐ ആം ലൂസി ബിലോങ്ങിങ് ടു ട്രിവാൻഡ്രം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ഐ ആം ലൂസി ലിവിങ് ഇൻ ട്രിവാൻഡ്രം. ഓക്കെ, ഐ ആം ലൂസി ലിവിങ് ഇൻ ട്രിവാൻഡ്രം. ഇങ്ങനെ ഇത്രയും നമ്മൾ ആദ്യം നമ്മുടെ പേര്, പിന്നെ നമ്മുടെ പ്ലേസ്, പിന്നെ അതിനുശേഷം നമ്മുടെ ഒക്യുപ്പേഷൻ പറയാം. നമുക്ക് എങ്ങനെ പറയാം? ഐ ആം ലൂസി ഫ്രം ട്രിവാൻഡ്രം, ഐ എം എ ടീച്ചർ, അല്ലെങ്കിൽ വർക്ക്സ് ആസ് എ ടീച്ചർ. ഐ ആം ലൂസി ഫ്രം ട്രിവാൻഡ്രം, ഐ വർക്ക് ആസ് എ ടീച്ചർ. ഇനി ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് പറയാം. ഐ വർക്ക് ആസ് എ ടീച്ചർ ഇൻ ഏഞ്ചൽ സ്കൂൾ, ഐ വർക്ക് ആസ് എ ടീച്ചർ ഇൻ ഏഞ്ചൽ സ്കൂൾ. അല്ലെങ്കിൽ പറയാം ഐ എം ലൂസി ഫ്രം ട്രിവാൻഡ്രം, ഐ എം എ ടീച്ചർ ഇൻ ഏഞ്ചൽ സ്കൂൾ, അല്ലെങ്കിൽ എ സ്റ്റാഫ് ഇൻ ഏഞ്ചൽ സ്കൂൾ. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നിങ്ങളിപ്പോ സ്റ്റുഡന്റ് ആണെങ്കിൽ എങ്ങനെ പറയും? ഐ എം ലൂസി ഫ്രം ട്രിവാൻഡ്രം, ഐ സ്റ്റഡി ഇൻ 7th സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ പറയുമ്പോഴേക്കും സാധാരണഗതിയിൽ നമ്മൾ സ്കൂളുകളിൽ എല്ലായിടത്തും കേട്ട് വളർന്നിരിക്കുന്ന ഒരു ഐ ആം സ്റ്റഡിങ് എന്നാണ് പറയണത്. ഐ ആം സ്റ്റഡിങ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പറയേണ്ടത് ഐ സ്റ്റഡി എന്നുള്ള വാക്കാണ്. ഐ സ്റ്റഡി ഇൻ 7th സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ഐ സ്റ്റഡി ഇൻ ഏഞ്ചൽ സ്കൂൾ. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മളിപ്പോ നമ്മുടെ പേര് പറഞ്ഞു, നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു, നമ്മളുടെ ജോലി എന്താന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഇപ്പൊ ഏറ്റവും നമുക്ക് ഡിയർ ആയിട്ട് നിൽക്കും, നമ്മുടെ ഇപ്പൊ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഫാദറിന്റെ പേര് പറയാം. ഐ ആം ദ ഡോട്ടർ ഓഫ് സോ ആൻഡ് സോ, അച്ഛന്റെ പേര് പറയാം. ഐ ആം ദ ഡോട്ടർ ഓഫ് മിസ്റ്റർ ഫ്രാൻസിസ്, ഐ ആം ദ ഡോട്ടർ ഓഫ്, അല്ലെങ്കിൽ ഐ ആം ദ സൺ ഓഫ് അച്ഛന്റെ പേര്, അല്ലെങ്കിൽ അമ്മയുടെ പേര്, ആരാണ് പേര് അത് പറയും. അപ്പൊ കല്യാണം കഴിച്ചവരൊക്കെ ആണെങ്കിൽ ഐ ആം ദ വൈഫ് ഓഫ് സോ ആൻഡ് സോ, ഐ ആം ദ വൈഫ് ഓഫ് മിസ്റ്റർ ശശികുമാർ, ഐ ആം ദ വൈഫ് ഓഫ് ഡാഷ്. അങ്ങനെ നമ്മുടെ ആരാണോ നമുക്ക് ഡിയർ ആയിട്ട് ഏറ്റവും ബിലോങ്ങിങ് ചെയ്യുന്നത് അയാളുടെ പേര് നമുക്ക് അവിടെ പറയാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്, ഐ ലൈക്ക്, എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്കിപ്പോൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐ ലൈക്ക് ഡ്രോയിങ്, ഐ ലൈക്ക് സിംഗിങ്, മൈ ഹോബി ഈസ് ലിസണിങ് ടു മ്യൂസിക്, എനിക്ക് പാട്ട് കേൾക്കുന്നതാണ് ഇഷ്ടം, ആ പാട്ട് കേൾക്കുന്നതാണ് എൻ്റെ ഒരു ഹോബി. ഐ ലൈക്ക് ഡ്രോയിങ്, അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കാനാണ് ഇഷ്ടം. ഐ ലൈക്ക് ടു സിംഗ്, എനിക്ക് പാടാനാണ് ഇഷ്ടം. ഐ ലൈക്ക് ടു റൈറ്റ്, എനിക്ക് എഴുതാനാണ് ഇഷ്ടം. ഐ ലൈക്ക് ടു ഡിസൈൻ, എനിക്ക് ഡിസൈൻ ചെയ്യാനാണ് ഇഷ്ടം.
എന്നിട്ട് നമ്മുടെ ഇഷ്ടം എന്താണോ അത് നമുക്ക് പറയാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് പറയാം. ഇപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രിൻസിപ്പിൾ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ആശയത്തിനെ ഫോളോ ചെയ്യണമെങ്കിൽ അത് പറയാം. ഐ ലൈക്ക് ടു ബി, ദ പ്രിൻസിപ്പിൾ ഓഫ് മൈ ലൈഫ് ഈസ് ടു ബി ട്രൂത്ത്ഫുൾ. സത്യസന്ധനായിരിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്താണോ അത് പറയും. മൈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മൈ ലൈഫ് മോട്ടോ ഈസ് ടു ബി ഓൾവേസ് ട്രൂത്ത്ഫുൾ. എപ്പോഴും സത്യസന്ധതയോടുകൂടി നിൽക്കുക. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം. അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയാം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ പറയാനായിട്ട് വേറൊരു കാര്യമുണ്ട്. ആരുമില്ല വീട്ടിൽ സംസാരിക്കാൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ, അല്ലെങ്കിൽ ചിലര് നമ്മളെ സംസാരിക്കുമ്പോൾ ഡിസ്കറേജ് ചെയ്യും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യണം. നിങ്ങളൊരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക. കണ്ണാടി എന്തായാലും തിരിച്ച് നമ്മളോട് അങ്ങനെ കുറ്റമൊന്നും പറയൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ നന്നായിട്ട് സംസാരിക്കുക. പിന്നെ തെറ്റുകളൊക്കെ വരും. അപ്പൊ നമുക്ക് തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാകും. കാരണം കണ്ണാടി നമ്മളെ കാണിക്കുന്നത് ട്രൂ ഇമേജ് ആണ് കാണിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് അതുപോലെ തന്നെ കാണിക്കും. അപ്പൊ നമുക്ക് തെറ്റുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പൊ അടുത്തത് തിരുത്തി പോകാം. അപ്പൊ ഏറ്റവും നല്ല ഒരു വേ എന്ന് പറയുന്നത് ഇതുപോലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും സംസാരിക്കാനായിട്ട്. എനിക്ക് ഐ ക്യാൻ യു ക്യാൻ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സംസാരിച്ച് ഇതുപോലെ പഠിച്ച് നല്ല രീതിയിൽ മുന്നേറാം. ഇനി അടുത്ത് നമ്മളിപ്പോ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം കണ്ടു. ഇനി അടുത്ത നമ്മുടെ കൂടെ വേറൊരാളുണ്ടെങ്കിൽ നമുക്ക് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു മര്യാദയുടെ ഭാഗമുള്ള, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോ ആ ഒരു വ്യക്തി, ഇപ്പൊ എന്റെ ഫ്രണ്ടാണ് എന്റെ കൂടെ ഉള്ളതെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് എന്റെ അച്ഛൻ്റെ അടുത്താണ് ചെല്ലണമെങ്കിൽ ഞാൻ ചെന്ന് പറയും, അച്ഛ ഇത് എന്റെ ഫ്രണ്ടാണ് ഇന്ന ആളെന്ന് പറയണ്ടേ. അപ്പൊ പറയും, ഫാദർ ദിസ് ഈസ് മൈ ഫ്രണ്ട്, പേര് പറയാം. ദിസ് ഈസ് മൈ ഫ്രണ്ട് ലിസ. ഇതെന്റെ ഫ്രണ്ട് ലിസയാണ്. ലിസ എന്ത് ചെയ്യണമെന്നും കൂടി പറയണം. ഫാദർ ദിസ് ഈസ് മൈ ഫ്രണ്ട് ലിസ. ഷീ വർക്ക്സ് ആസ് എ ടീച്ചർ. ഷീ വർക്ക്സ് ആസ് എ ടീച്ചർ. എവിടെ ജോലി ചെയ്യുന്നു? ഷീ വർക്ക്സ് ആസ് എ ടീച്ചർ ഇൻ ഏഞ്ചൽ സ്കൂൾ. ഷീ വർക്ക്സ് ആസ് എ ടീച്ചർ ഇൻ ഏഞ്ചൽ സ്കൂൾ. കണ്ട, അപ്പൊ ലിസനെ പറ്റി കുറച്ച് കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തു അല്ലേ. എന്തൊക്കെ കാര്യമാണ്? മൈ നെയിം, പിന്നെ മൈ നെയിം അല്ല, ലിസയുടെ പേര്, പിന്നെ ലിസ എന്റെ ആരാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ലിസ എവിടെ ജോലി ചെയ്യുന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ലിസയുടെ ഹസ്ബൻഡ് ആരാണ്, ഹൂ ഈസ് ഹെർ ഹസ്ബൻഡ് എന്നുള്ളത്. അപ്പൊ ആരാണ് അവളുടെ ഹസ്ബൻഡ്? ഹെർ ഹസ്ബൻഡ് ഈസ് മിസ്റ്റർ ശ്യാം. അവളുടെ ഹസ്ബൻഡ് ശ്യാം എന്ന് പറയുന്ന ആളാണ്. ഇനി ശ്യാം ആരാണ്? ശ്യാം ഈസ് ആൻ എഞ്ചിനീയർ. ഹെർ ഹസ്ബൻഡ് ഈസ് മിസ്റ്റർ ശ്യാം. ഹി ഈസ് ആൻ എഞ്ചിനീയർ. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. ഇനി ലിസയ്ക്ക് എന്റെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ. അപ്പൊ ലിസയോട് പറയും, ലിസ ദിസ് ഈസ് മൈ ഫാദർ. എന്നിട്ട് പേര് പറയാം, അച്ഛന്റെ പേര് പറയാം. ദിസ് ഈസ് മൈ ഫാദർ മിസ്റ്റർ ഫ്രാൻസിസ്. ഓക്കെ, ഹി ഈസ് എ പോസ്റ്റ്മാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അച്ഛന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ മറ്റുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഇനി കൂടെ നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ആരാണ്? അപ്പൊ നമ്മളോട് ചോദിക്കും, ഹൂ ഈസ് ഷീ? അവൾ ആരാണ്? അവൾ ആരാണെന്ന് നമ്മളോട് ചോദിക്കുമ്പോഴേക്കും നമ്മൾ പറയും, ഷീ ഈസ് മൈ ഫ്രണ്ട്. ഷീ ഈസ് ലിസ. അങ്ങനെ ഷീ എന്ന് ചേർത്തിട്ട് നമുക്ക് അവൾ ആരാണോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി നമ്മളോട് നേരിട്ട് ചോദിക്കും, ഹൂ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ ആരാണോ അത് പറഞ്ഞു കൊടുക്കുക. ഐ ആം ലൂസി. ഹൂ ആർ യു? നീ ആരാണ്? നിങ്ങൾ ആരാണ്? ഹൂ ഈസ് ഷീ? അവൾ ആരാണ്? ഇവൾ ആരാണ് എന്നൊക്കെ ചോദിക്കില്ലേ. അതിന് ആൻസർ നമുക്ക് ഷീ ഈസ് മൈ ഫ്രണ്ട്, ഷീ ഈസ് മൈ നെയ്ബർ. നെയ്ബർ എന്ന് വെച്ചാൽ എന്താണ്? അയൽവാസി. ഷീ ഈസ് മൈ നെയ്ബർ, ഷീ ഈസ് മൈ കസിൻ, അവൾ എൻ്റെ ബന്ധുവാണ്. അങ്ങനെ പല രീതിയിലും പല ഡിനോമിനേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇനി അടുത്ത വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളോട് ഹൂ ഈസ് യുവർ ഫാദർ, ഹൂ ഈസ് യുവർ ഫാദർ, ഹൂ ഈസ് യുവർ മദർ, ഹൂ ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹൂ എന്ന് ചേർത്തിട്ടാണ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം പേരാണ് പറയേണ്ടത്. ഓക്കെ, ഹൂ എന്നാണ് ആ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എങ്കിൽ നമ്മൾ ഉത്തരത്തിൽ നമ്മൾ പറയേണ്ടത് ആരാണ്
അതായത് പേരാണ് പറയേണ്ടത്. ഓക്കെ, ഹൂ ഈസ് യുവർ ഫ്രണ്ട്? അപ്പം മൈ ഫ്രണ്ട് ഈസ് ലിസ. ഇനി അടുത്തത് വാട്ട് ഈസ് യുവർ ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഫ്രണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫ്രണ്ടിന്റെ ജോലി എന്താണ്, അല്ലെങ്കിൽ ഫ്രണ്ട് എന്താ പഠിക്കുകയാണ്, അങ്ങനെ ആ ഒരു ഒക്യുപ്പേഷൻ ആണ് ഇവിടെ പറയേണ്ടത്. വാട്ട് ഈസ് യുവർ ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ പറയേണ്ടത് ഒക്യുപ്പേഷൻ ആണ്. ഹൂ ഈസ് യുവർ ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് പേരാണ് പറയേണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒക്യുപ്പേഷൻ ആണ് പറയേണ്ടത്. അതായത് മൈ ഫ്രണ്ട് ഈസ് എ ടീച്ചർ, മൈ ഹസ്ബൻഡ് ഈസ് ആൻ എഞ്ചിനീയർ. അപ്പൊ നമുക്ക് ആ ഒരു അവരെന്താണ് ചെയ്യുന്നത് ആ ഒക്യുപ്പേഷൻ ആണ് വാട്ടിന്റെ ചോദ്യത്തിൽ വാട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കാണുന്നതാണ്. അപ്പൊ വേറൊരു ആളുടെ അടുത്ത് ഒരു സ്ത്രീ നിൽക്കുകയാണെങ്കിൽ ഹൂ ഈസ് ഷീ? ഈസ് ഷീ ഹിസ് വൈഫ്? ഈസ് ഷീ ഹിസ് വൈഫ്? അവള് അദ്ദേഹത്തിന്റെ ഭാര്യയാണോ? ഈസ് ഷീ ഹിസ് വൈഫ്? ഓക്കെ, അവള് അദ്ദേഹത്തിന്റെ ഭാര്യയാണോ, അല്ലെങ്കിൽ അവള് അദ്ദേഹത്തിന്റെ മകളാണോ? അങ്ങപ്പോ എങ്ങനെ ചോദിക്കും? ഈസ് ഷീ ഹിസ് ഡോട്ടർ? ഈസ് ഷീ ഹിസ് ഡോട്ടർ? ഡോട്ടർ എന്ന് വെച്ചാൽ മകൾ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ മകളാണോ ഇത് അവള്? അങ്ങനെ നമുക്ക് ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഹൂ ഈസ് ദാറ്റ്? ഹൂ ഈസ് ദിസ്? ഇനി ഹൂ ഈസ് യുവർ നെയ്ബർ? നിങ്ങളുടെ അയൽവാസി ആരാണ്? അങ്ങനെ പല ചോദ്യങ്ങളും നമ്മൾ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ചോദിക്കണം. ഇനി നമ്മൾ ഇപ്പോൾ നല്ല പരിചയമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, ചില സമയത്ത് നമ്മളെ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ അവര് നമ്മളെ പരിചയമില്ലാത്ത പോലെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് എന്നെ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കണ്ടേ? അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? ഡോണ്ട് യു റിമെമ്പർ മീ? ഡോണ്ട് യു റിമെമ്പർ മീ? എന്നെ ഓർക്കുന്നില്ലേ? വി നോ ഈച്ച് അതർ. നമുക്ക് പരിചയമുണ്ട്. ഡോണ്ട് യു റിമെമ്പർ മീ? അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ലാസ്റ്റ് വീക്ക് വി മെറ്റ് ലാസ്റ്റ് വീക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. വി മെറ്റ് ലാസ്റ്റ് വീക്ക്. അപ്പൊ എന്നെ ഓർക്കുന്നില്ലേ? എന്നെ മറന്നുപോയോ? ഹാവ് യു ഫോർഗോട്ടൺ മീ? എന്നെ മറന്നുപോയോ എന്ന് ചോദിക്കണം. ഹാവ് യു ഫോർഗോട്ടൺ മീ? ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറക്കുക. റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക. അപ്പൊ ഹാവ് യു ഫോർഗോട്ടൺ മീ എന്ന് പറയുമ്പോൾ ഫോർഗെറ്റ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഈ ഫോർഗോട്ടൺ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. ഫോർഗോട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർഗെറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൺ. അപ്പൊ ഹാവ് യു ഫോർഗോട്ടൺ മീ എന്ന് പറയുമ്പോൾ അതൊരു ടെൻസിൽ നമുക്ക് ഒരു വകഭേദമാണ്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഉള്ളതുപോലെയല്ല, അത് ഉപയോഗിച്ചിരിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അപ്പൊ നമുക്ക് അതൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഹാവ് യു ഫോർഗോട്ടൺ മീ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? നിങ്ങൾ എന്നെ മറന്നുപോയോ? നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ്. ഇനി നമ്മൾ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കണം ആദ്യം തന്നെ. നമ്മൾ സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കേണ്ടത് മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്? മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്? ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ, എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്? ഇനി നമ്മുടെ കൂടെയുള്ള ആളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചോദിക്കണം ക്യാൻ ഐ ഇൻട്രൊഡ്യൂസ് ഹർ ടു യു? ഞാൻ അവളെ താങ്കൾക്ക് പരിചയപ്പെടുത്തട്ടെ. ക്യാൻ ഐ ഇൻട്രൊഡ്യൂസ് ഹർ ടു യു? ക്യാൻ ഐ ഇൻട്രൊഡ്യൂസ് ഹർ ടു യു എന്ന് ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം പറയും യെസ് യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ഹർ ടു മീ. നീ എന്നെ അവളെ എനിക്ക് പരിചയപ്പെടുത്തി താ എന്ന് പറയും അല്ലെ. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട്. അതിനുശേഷം നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ മറന്നു പോകരുത്, കോൺവെർസേഷന്റെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. പിന്നെ കോൺഫിഡൻസോടുകൂടി നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. കാരണം നമ്മളാണ് നമ്മുടെ സംസാരത്തിനെ കൺട്രോൾ ചെയ്യണം അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല. നമുക്ക് എന്താണോ നമ്മുടെ ബുദ്ധിയിൽ ആ സമയത്ത് തോന്നുന്നത് അതങ്ങോട്ട് സംസാരിക്കുക. തെറ്റ് വന്നാലൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. കാരണം തെറ്റ് മനുഷ്യ സഹജമാണ്. അപ്പൊ തെറ്റ് നമുക്ക് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കണം. കാരണം ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവരും സംസാരിച്ച് തന്നെ പഠിക്കണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. പിന്നെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് പഠിക്കണം. അപ്പൊ കോൺഫിഡൻസ് കൂടും. കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ നമ്മുടെ സ്വന്തം ഭാഷ പോലെ തന്നെ നമ്മൾ സ്വീകരിക്കും, നമ്മൾ സംസാരിക്കും. ഓക്കെ, ഇതാണ് സിമ്പിൾ ട്രിക്ക്. അത് മാത്രമല്ല സൈക്കോളജി ബിഹൈൻഡ് ദിസ്. ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ പുറകിലുള്ള ഒരു മനഃശാസ്ത്രം ഇതാണ്. അപ്പൊ അത് മനസ്സിലാക്കി സംസാരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് സംസാരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു
ടോപ്പിക്കല്ല, പുതിയൊരു പാഠവുമായിട്ട്, പുതിയൊരു സ്പോക്കൺ ഇംഗ്ലീഷിന് വേറൊരു ഭാഗവുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.